ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആൻഡ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് എന്താണ്, അവരിപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. കൂടുതൽ പേരും ഈ ഒരു സമയത്ത് സെപ്പറേഷനിലാണ്, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്നുള്ള എല്ലാ എക്സ്പെക്റ്റേഷനും നിങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം. അത്രമാത്രം നിങ്ങൾ രണ്ട് പേരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് ഒരുപാട് ഇവിടെ വ്യക്തമാവുന്നുണ്ട്. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ ആണ് അവർ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളോട് അപ്പോളജൈസ് ചെയ്യണമെന്നുള്ള ആഗ്രഹവുമുണ്ട്. എല്ലാ കാര്യങ്ങളും അവരുടെ ലൈഫിൽ റീക്രിയേറ്റ് ചെയ്യണം, നിങ്ങളുമായിട്ടുള്ള യൂണിയൻ പോസിബിൾ ആകണം എന്ന് അവർ ഡ്രീം ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ലവേഴ്സിന്റെ കാർഡ് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ പേരും ഒരു ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ഉള്ളവരാണ് എന്ന് കാണുന്നുണ്ട്. വളരെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള കണക്ഷനാണ്. നിങ്ങൾ ഇപ്പോൾ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് പോലെ നിങ്ങൾ എത്രമാത്രം സെപ്പറേറ്റ് ആയിട്ടിരുന്നാൽ പോലും വീണ്ടും ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് ഉള്ള പോസിബിലിറ്റി വളരെ കൂടുതലായിട്ട് കാണുന്നൊരു റിലേഷൻഷിപ്പാണ്. ഈ ഒരു സെപ്പറേഷനിൽ ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് ഡിപ്രസ്ഡ് ആണ്. മേ ബി അത് അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. അവർ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിലെല്ലാം അവർക്ക് നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർ കരയുന്നുണ്ട്. ഒരുപാട് അവർ സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി നിങ്ങൾക്കിടയിൽ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായതിൻ്റെ റീസൺ ആ വ്യക്തിയുടെ ലൈഫിൽ ഒത്തിരി ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഫാമിലി സ്ട്രഗിൾസ് അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് വളരെ സ്ട്രോങ് ആയിട്ടിരുന്ന സമയത്ത് നിങ്ങളുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാത്തതിൻ്റെ പേരിലായിരിക്കണം നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായത്. പക്ഷേ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ആ ഒരു ചേഞ്ച് അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് സിറ്റുവേഷൻസിൽ ഒരു മാറ്റം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളായിട്ട് തന്നെ മൂവ് ഓൺ ചെയ്തുകൊണ്ട് ഈ ഒരു സെപ്പറേഷനിൽ അവർ വീണ്ടും നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എത്രമാത്രം അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ അത്രമാത്രം നിങ്ങൾ വീണ്ടും ഈ റിലേഷൻഷിപ്പിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ റീസൺ ഈ പേഴ്സൺ നിങ്ങളെ തീർച്ചയായിട്ടും അവരുടെ മനസ്സുകൊണ്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അത് നിങ്ങളിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എന്തുകൊണ്ടാണ് എനിക്ക് റിലേഷൻഷിപ്പിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മൂവ് ഓൺ ചെയ്യാൻ കഴിയാത്തത്. നിങ്ങൾ വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് തന്നെ തിരികെ വരുന്നുണ്ട്. നിങ്ങളുടെ തോട്ട്സ് അത്രത്തോളം അവരിലേക്ക് തിരികെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു റീസൺ ആണ് പറഞ്ഞത്. അവർ നിങ്ങളെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ അവർക്ക് ഒരുപാട് ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷനാണിത്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഒഴിവാക്കാൻ കഴിയാത്ത അത്രമാത്രം ഡീപ്പ് സോൾ ബോണ്ടിങ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. ഓക്കെ, ട്വിൻ ഫ്ലെയിം സ്റ്റേജസ്. ഈ ഒരു സമയത്ത് ഈ ഒരു സെപ്പറേഷനിലൂടെ നിങ്ങൾ ഒരുപാട് ലൈഫ് ലെസൺസ് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ ഡിസിഷനാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് ഒരു ഹീലിംഗ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ റിയലൈസ് ചെയ്യുക, ഇത് ട്വിൻ ഫ്ലെയിം സ്റ്റേജസിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഒരു സമയമാണ്. ഈ ഒരു സെപ്പറേഷൻ ആ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളതാണ്. ഓക്കെ, കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്. അവർക്ക് നിങ്ങളോട് ഒരുപാട് കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണുള്ളത്. അവർക്ക് നിങ്ങളോട് ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട്. നിങ്ങളുമായിട്ടൊരു ലൈഫ്, ഒരു മാരീഡ് ലൈഫ് എല്ലാം അവർ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഒരുപാട് ഡ്രീംസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഐ നീഡ് ടൈം. ഓക്കെ, ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും കുറച്ച് സമയം നിങ്ങൾ കൊടുക്കുക എന്ന വ്യക്തി പറയുന്നു. ആൻഡ് ഐ മിസ് യു. ഓക്കെ, അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഡു ദേ മിസ് യു എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ചോദിച്ചിരുന്നത്. അതിന് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. വിൽ യു അക്സെപ്റ്റ് മീ അഗെയിൻ. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ ഒരു വ്യക്തിക്ക് ഒരു കൺഫ്യൂഷനാണ്. അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊരു കൺഫ്യൂഷനാണ്, നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവർക്ക് ഇപ്പോഴും ഉണ്ട്.
Okay, and then what they need to tell you. I love you, I will text you. ഓക്കെ, അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, ഐ ഡോണ്ട് വോണ്ട് ടു ലോസ് യു. ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഐ ഹോപ്പ് യു വിൽ ഫർഗീവ് മീ. ഡെഫിനറ്റ്ലി ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അവരോട് നിങ്ങളെ ക്ഷമിക്കുക എന്നുള്ള ഒരു മെസ്സേജാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഡ്രീമിങ് അബൌട്ട് യു ഓൾ ദി ടൈം. ഓക്കെ, എപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ഡ്രീം ചെയ്യാണ്. ഡേ ആൻഡ് നൈറ്റ് അവർക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണുള്ളത്. ദർ ഈസ് സം മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അവർ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കണം ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായത് എന്ന് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. വിൽ യു വെയിറ്റ് ഫോർ മീ. ഓക്കെ, അവർ വീണ്ടും നിങ്ങളോട് ചോദിക്കുന്നു അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്യുമോ. ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു. അവർക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. ഐ നീഡ് സ്പേസ്. ഓക്കെ, അവർക്ക് കുറച്ച് സമയം വേണം, അവർക്ക് കുറച്ച് സ്പേസ് വേണം. അവർക്ക് എന്തായാലും കുറച്ച് ടൈം നിങ്ങൾ കൊടുക്കുക, വെയിറ്റ് ചെയ്യുക. ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നാണ് അവർ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മേ ബി അവരുടെ ലൈഫിൽ അത്തരം നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. ഐ വിഷ് ടു സർപ്രൈസ് യു. അവർ നിങ്ങളെ സർപ്രൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഐ നോ യു ആർ വെയിറ്റിംഗ് ഫോർ മീ. അവർക്കറിയാം നിങ്ങളും അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലോസ് കൂടി നമുക്ക് നോക്കാം. ഒക്ടോബർ മന്ത്, മാർച്ച് മന്ത്, ദിസ് മന്ത്, യെല്ലോ കളർ, ദിസ് മന്ത്. അപ്പോൾ ഈ ഒരു മാസത്തിൽ ഒരു ചേഞ്ച് ആണ്, പോസിബിലിറ്റി ആണ്. റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്പർ 12, മ്യൂസിക്. ഈ റിലേഷൻഷിപ്പിൽ മേ ബി എന്തെങ്കിലും കൈൻഡ് ഓഫ് മ്യൂസിക് റിലേഷൻ ഉണ്ടായിരിക്കാം. മ്യൂസിക്കുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരിക്കാം. നമ്പർ 10, നമ്പർ 40, മേ ബി ഇതൊരു ഏജ് ആയിരിക്കാം, നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണെയോ. ലെറ്റർ വി, ഓവർ തിങ്കിങ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് തീർച്ചയായിട്ടും ഓവർ തിങ്കിങ് ഹാബിറ്റ് ഉണ്ട്. ചൈൽഡിഷ് ആയിട്ടുള്ളൊരു ക്യാരക്ടറുള്ള വ്യക്തി ആയിരിക്കാം. മേ ബി നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ടുമോറോ, ഓക്കെ, പോസിബിലിറ്റി. നാളെ ഒരു പോസിബിലിറ്റി ഉണ്ട്, ഒരു ചേഞ്ച് വരും. ചിലപ്പോൾ ഒരു മെസ്സേജ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സെൽഫ് കെയർ, ഒരുപാട് സെൽഫ് കെയർ ചെയ്യുന്ന വ്യക്തി ആയിരിക്കും. ചാരിറ്റി, ചാരിറ്റി കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളൊരു വ്യക്തി ആയിരിക്കണം. ആൻഡ് മ്യൂസിക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. മ്യൂസിക്, ലെറ്റർ പി, ലെറ്റർ ഇ, ആൻഡ് നമ്പർ 4, 111. ഏഞ്ചൽ നമ്പറാണ്. ഈ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങൾ ചിലപ്പോൾ ഒരു സമയത്ത് കാണുന്നുണ്ടാവാം. വിത്തിൻ 48 hours. യെസ്, ഈ ഒരു 48 hours ഒരു പോസിബിലിറ്റി പലർക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. അവർ തീർച്ചയായിട്ടും ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാൻസസ് വളരെ കൂടുതലാണ്. എച്ച്, ലെറ്റർ എച്ച്, ആൻഡ് പർപ്പിൾ കളർ, ആൻഡ് ഫൈനലി ലോങ് ഡിസ്റ്റൻസ്. കുറച്ച് പേർക്കെങ്കിലും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും.